Hi children, welcome back to LK Star Maths class. In നമ്മൾ +1 മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് ആണ്. അതിലെ എക്സസൈസ് 1.1 സെക്കൻഡ് ആണ് കേട്ടോ ഒന്ന് തുടങ്ങുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. സോ ഇതാണ് ഇനി സെക്കൻഡ് വൺ, എക്സസൈസ് 1.1 സെക്കൻഡ് വൺ. സി ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 ആൻഡ് ഇൻസേർട്ട് അപ്രോപ്രിയേറ്റ് സിമ്പിൾ എന്താ എലിമെൻറ്റ് ഈ സിമ്പിൾ കേട്ടോ. ആൻഡ് ഇത് ബിലോങ്സ്, ഇത് ഡസ് നോട്ട് ബിലോങ്. അപ്പോൾ ഇതെന്താണിത്? എലിമെൻറ്റ്, അതല്ലെങ്കിൽ ഇത് എലിമെൻ്റ് അല്ല. ഇൻ ദ ബ്ലാങ്ക് സ്പേസസ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ബ്ലാങ്ക് സ്പേസ് ഉണ്ട് കണ്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 5-A എന്നാണ്. ഇവിടെ എന്താ ഞാൻ കൊടുത്തിരിക്കുന്നത്? ഇത് എലിമെൻ്റ് ആണ്. 5 ഈസ് ആൻ എലിമെൻ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എലിമെൻറ്റ് ഇൻ സെറ്റ് എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിമ്പിൾ കൊടുക്കാനാണ് പറയുന്നത്. ഇതെങ്ങനെ മനസ്സിലായി 5A എന്നുള്ള സെറ്റിലെ എലിമെൻ്റ് ആണോ? ഇതാന്ന് നോക്കിയാൽ ഈ സെറ്റിനകത്ത് ആരുണ്ട്? 5 ഉണ്ട്. സോ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സിമ്പിൾ നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. ക്ലിയർ ആയില്ലേ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നെ 8-A എന്നാണ്. അപ്പോൾ 8A എന്നുള്ള സെറ്റിലെ മെമ്പറാണോ അഥവാ എലിമെൻ്റ് ആണോ എന്നാണ് ചോദ്യം. സോ ഇതിനകത്ത് 8 ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ ഏത് സിമ്പിൾ കൊടുക്കണം? ഇറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു സെറ്റ് എ എന്നുള്ളത് കണ്ടോ. അപ്പോൾ എന്താ? ഈ ചിഹ്നം ഇട്ടിട്ട് അതിനൊരു കട്ട് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയല്ലോ? ദെൻ ഇനി തേർഡ് 0-A എന്നായിരുന്നു. സോ 0-A എന്ന് പറയുമ്പോൾ നമ്മുടെ സെറ്റിലേക്ക് ഒന്ന് നോക്കിയേ, എ എന്നുള്ള സെറ്റിൽ 0 ബിലോങ് ചെയ്യുന്നില്ല. സോ ഡസ് നോട്ട് ബിലോങ്ങിൻ്റെ എന്താണ് സിമ്പിൾ ഇട്ട് കൊടുക്കുക. ക്ലിയർ ആയല്ലോ? ഇതെങ്ങനെയാണെന്ന് അറിയാമല്ലോ അല്ലേ? നമ്മൾ ഈക്വൽ ആണെങ്കിൽ ഇങ്ങനെ ഇടും, നോട്ട് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു കട്ട് ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. 4-A എന്നായിരുന്നു. സോ നമ്മുടെ സെറ്റിലേക്ക് നോക്കിയാൽ 4 ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സിമ്പിൾ കൊടുക്കണം? ഈ സിമ്പിൾ കൊടുക്കണം. 4 ഈസ് ആൻ എലിമെൻറ്റ് ഇൻ സെറ്റ് എ. ഇനി നോക്കിയേ 2-A. 2ഉം ഇവിടെ ഉണ്ടല്ലോ. സോ എലിമെൻ്റ് എന്നുള്ള ഇറ്റ് ബിലോങ്സ് ടു സെറ്റ് എ. ഇനി 10 ഡസ് നോട്ട് ബിലോങ്സ് ടു സെറ്റ് എ എന്നാണ്. അതായത് നോക്കിയാൽ കണ്ടോ, ഇവിടെ 10 ഉണ്ടോ? ഇല്ല. അപ്പോൾ മനസ്സിലായില്ലേ? വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ് കേട്ടോ ഈ സെക്കൻഡ് വൺ എന്നുള്ളത്. ഇനി നമുക്ക് തേർഡിലേക്ക് കിടക്കാം. ഇത് കണ്ടോ, റൈറ്റ് ദ സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം എന്നാണ് പറഞ്ഞേക്കുന്നത്. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണുക, അപ്പോൾ കുറച്ചിട്ട് ക്ലിയർ ആകും. ഇങ്ങനെ എഴുതുന്നതിനെയാണ് റോസ്റ്റർ ഫോം മെത്തേഡ് എന്ന് പറയുക. അപ്പം നമുക്കിവിടെ എന്താണ്? സെറ്റ് ബിൽഡർ ഫോമിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്, സെറ്റ് ബിൽഡർ ഫോം അല്ലെ, റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് 2 തരമാണ് നമുക്കുള്ളത്. ഒന്ന് റോസ്റ്റർ ഫോമും പിന്നെ എന്താണ്? സെറ്റ് ബിൽഡർ ഫോം ഓർ റൂൾ ഫോം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ തന്നിരിക്കുന്നത്? സെറ്റ് ബിൽഡർ ഫോം, വിച്ച് മീൻസ് വാട്ട്? ഇറ്റ് ഇസ് ഗിവൻ ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എ ഈസ് എ set x such that x is an integer and -3 less than or equal to x and less than 7. കണ്ടോ, എക്സ് എങ്ങനെയായിരിക്കണം? ഈ ലെസ് ദാൻ എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 ആകണം. അതല്ല ലെസ് ദാൻ 7 ആയിരിക്കണം. 7 കുറവുമായിരിക്കണം. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലൊരു റോസ്റ്റർ ഫോം തന്നാൽ ഇതിലുള്ള ഓരോ എലിമെൻറ്റ്സിനെയും നമ്മൾ എന്താ പറയുക? എക്സ് എന്ന് പറയും. അപ്പം നമ്മൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? എക്സ് കണ്ടോ, -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, വിച്ച് മീൻസ് വാട്ട്? എക്സ് എന്ന് പറയുന്ന സംഖ്യകൾ ഒരു സെറ്റിനകത്തുള്ള എലിമെൻറ്റ്സ് എങ്ങനെ വരണം? -3ക്ക് തുല്യവും -3 ഉണ്ടോ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടം വരെയും വരണം. പിന്നെ എന്താ പറയുന്നത്? ലെസ് ദാൻ 7, എന്നാൽ 7 കുറവുമായിരിക്കണം അതിലുള്ള മെമ്പേഴ്സിന്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? കണ്ടോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? -2, -1, 0, 1, 2, 3, 4, 5, 6. കണ്ടോ, ലെസ് ദാൻ 7 അല്ലേ വന്നിട്ടുള്ളത്. 7 കുറവും. അതല്ലെങ്കിൽ എങ്ങനെ വരാം? ക്വസ്റ്റ്യനിൽ ഞാൻ ഇതില്ല കേട്ടോ, ഇതില്ലാന്ന് തോന്നുന്നുണ്ട്. ഞാനൊന്നുകൂടി ചെക്ക് ചെയ്തിട്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ -3 ലെസ് ദാൻ 3 കണ്ടോ. അപ്പോൾ അതുകൊണ്ട് 3 കുറവല്ലേ. അപ്പം നമുക്ക് എന്തെഴുതാം? -2, -1, ദെൻ 0, 1, 2, 3, 4, 5, 6. കണ്ടോ, 7 കുറവാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സെറ്റ് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡാണ് കേട്ടോ. ബി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. കണ്ടോ, എക്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അത് എന്തിൽ താഴെ ആയിരിക്കണം? 6 താഴെയുള്ള നമ്പറും ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എഴുതാം. ഇവർ സെറ്റിന് കൊടുത്തിട്ടുള്ള പേരെന്താണ്? ബി. അപ്പോൾ നമുക്കും എന്ത് തന്നെ കൊടുക്കാം? ബി എടുക്കാം. ബി ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5. കണ്ടോ, എന്താണ്? ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സാണ്. എന്തിൽ താഴെയുള്ളതാണ് വേണ്ടേ? 6 താഴെയുള്ള നാച്ചുറൽ നമ്പർ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? ഇങ്ങനെ എഴുതുന്നതിനാണ് എന്ത് പറയുക? റോസ്റ്റർ മെത്തേഡ് എന്ന് പറയുക. ക്ലിയർ ആയല്ലോ? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഏത് മെത്തേഡിലാണ്? സെറ്റ് ബിൽഡർ ഫോം മെത്തേഡിലാണ്. അതിനെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, സോ ലെറ്റ് us മൂവ് ഓൺ ടു തേർഡ് ക്വസ്റ്റ്യൻ. സി തേർഡ്
C equal to set x such that x is a 2-digit natural number such that the sum of its digit is 8. കണ്ടോ? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കിയേ. സി സെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് 2-digit നാച്ചുറൽ നമ്പർ. കണ്ടോ? കൗണ്ടിങ് നമ്പറാണ്, 2 സംഖ്യകൾ വരുന്നത്. 2-digit നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ പെറ്റു ആൽവ എടുത്താൽ 2-digit നമ്പറാണ് അല്ലേ. അപ്പോൾ അതേപോലെ 2-digit നാച്ചുറൽ നമ്പേഴ്സാണ്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? സച്ച് ദാറ്റ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്, ആ 2 നമ്പറുകൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 8 കിട്ടണം. ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ? 2 ഡിജിറ്റ് നമ്മൾ എടുക്കുക, ആ 2 ഡിജിറ്റുകളും തമ്മിൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 8 കിട്ടണം. അപ്പോൾ അങ്ങനെ തരത്തിലുള്ള എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് റോസ്റ്റോ ഫോമിൽ നമ്മളിവിടെ എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കത് നോക്കാം. കണ്ടോ? ആൻസർ വന്നിട്ട് നോക്കിയത് ഫസ്റ്റ് വൺ നമ്മൾ എഴുതി 17. എന്താണ്? 1 + 7 8 ആണല്ലോ. കണ്ടോ? 2 + 6 8 ആണ്. ദെൻ 35. 3 + 5 8 ആണ്. 4 + 4 8. 53. 5 + 3 8. ഇനി 62. 6 + 2 8. ദെൻ 71. 7 + 1 8. ദെൻ 80. 8 + 0 8. കണ്ടോ? ഇത്രയുമായിരിക്കും നമുക്ക് വരുന്നത്. ക്ലിയർ ആയില്ലേ? അത് ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ നന്നായിട്ട് മനസ്സിലായല്ലോ. നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം കേട്ടോ. 4th വൺ. സി ഡി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് ഡിവൈസർ ഓഫ് 60. കണ്ടോ? എന്താ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്? എക്സ് എന്ന് പറയുന്ന പ്രൈം നമ്പേഴ്സ് ആകണം വിച്ച് ഈസ് ഡിവൈസർ ഓഫ് 16. ഈ പ്രൈം നമ്പേഴ്സ് എല്ലാം എന്തായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 16 ഡിവൈസിബിൾ ചെയ്യാൻ പറ്റിയ നമ്പേഴ്സും കൂടി ആവണം 16. അപ്പോൾ നമുക്കത് കണ്ടെത്താൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. അതാ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. 60 എടുത്തു, 2 എടുത്തു, പ്രൈം നമ്പേഴ്സാണ്. സോ 2 ഇതിനകത്ത് എത്രയാ? 3 2s are 6, then 0. സോ ടോട്ടൽ 30 ടൈംസ് പോയി. എഗെയിൻ 2 എടുത്തു. 1 × 3 1 × 2 2. ഇവിടെ 2 ആയിട്ടുള്ളൂ. ബാലൻസ് 1 ചേർത്ത് വയ്ക്കുമ്പോൾ ഇത് 10 ആയി. ദെൻ 10 2ൽ എത്ര ടൈംസ് പോവും? 5 ടൈംസ്. ക്ലിയർ? സോ വി ഗോട്ട് വാട്ട്? 15. ഇനി 15 പോകുന്നത് ഏത് നമ്പറിലാണ്? 3ലാണ്. സോ 3 ഇതിൽ എത്ര ടൈംസാണ് പോവുക? 5 ടൈംസ്. അപ്പോൾ നമുക്ക് അതെടുത്ത് എഴുതിയാൽ പോരെ? 2 3 5. കണ്ടോ? ഇവിടെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ 2 പ്രാവശ്യം 2 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന്. എന്തുകൊണ്ട് അതിവിടെ എഴുതിയില്ല എന്ന്? നമ്മൾ സെറ്റ് എഴുതുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ളത് പാടില്ല, അതിന് നമ്മൾ എടുക്കരുത്. അപ്പോൾ ഇവിടെ 2 2 ഉള്ളതുകൊണ്ട് ഒരു 2 എടുക്കുക. ദെൻ 3 എടുത്തു, 5 എടുത്തു. ക്ലിയർ? സോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ എല്ലാവരും നോക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു. ദെൻ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളുക. താങ്ക് യു സോ മച്ച്.